കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവിടുന്ന് ഒരു നന്മയും മുടക്കം വരുത്തുകയില്ല. തിന്മകളെ നന്മയാക്കി മാറ്റുന്ന ദൈവം, ദോഷത്തെ ഗുണമാക്കുന്നവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ, രട്ടിനെ സന്തോഷമാക്കി മാറ്റുന്നവൻ, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവൻ. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ഒരു കാലഘട്ടത്തിലും മാറ്റമില്ല. ആദ്യനും അന്ത്യനുമായവൻ ഇന്നും നമ്മോട് കൂടെയുണ്ട്. വരുവിൻ, വണങ്ങി നമസ്കരിക്കുക. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. സൃഷ്ടിതാവിൻ്റെ മുമ്പിൽ നമിക്കുവാൻ, തലവണക്കുവാൻ നമ്മൾ തയ്യാറാവണം. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും ദൈവത്തെ നനച്ചുകൊള്ളുവാൻ വചനം നമ്മെ ആഹ്വാനം ചെയ്യുമ്പോൾ എല്ലാ വഴികളും ദൈവത്തെ നനച്ചുകൊള്ളാൻ, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാൻ, ദൈവമേ അങ്ങൻ്റെ ദൈവം എന്ന് വിളിച്ചു പറയാൻ, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്തും ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്ന ഒരു ഭക്തനായി തീരാൻ പരിശുദ്ധാത്മാവ് ഇന്നു പകലിലും നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. നോക്കാൻ തയ്യാറാകും. ഒരു കാലഘട്ടത്തിലും ലജ്ജിച്ചു പോകില്ല. ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവം നമ്മുടെ ദൈവമാണ്. പുരാതനായ ദൈവമാണ് നമ്മുടെ ദൈവം. തലമുറയായി നമ്മുടെ സങ്കേതമായവനാണ്. ഒരു തലമുറ മാറുമ്പോൾ നമ്മുടെ ദൈവം മാറില്ല. അനാദിയായും ശാശ്വതമായ ദൈവം, ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പേ ഉള്ള ദൈവം ഇന്നും നമ്മോട് കൂടെയുണ്ട്. അവിടുത്തെ വിശ്വസ്തത നമുക്ക് പരിചയം പലകയുമാണ്. അതുകൊണ്ട് രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്കുന്ന ശിവസംഹാരം, ഇതിനെ ഒന്നും നമുക്ക് പേടിക്കാനില്ല. ഒരു ബാധയും നമ്മുടെ കൂടാരത്തിനടുക്കാതെ വണ്ണം നമ്മളെ കാവൽ ചെയ്യുന്ന ഒരു ദൈവം. ആരെ? നമ്മുടെ ദൈവത്തിൻ്റെ സർവശക്തന്റെ നിഴലിൻ കീഴിൽ ശരണം പ്രാപിക്കുന്ന, ചിറകിന്റെ മറവിൽ ആശ്രയിക്കുന്ന, ദൈവത്തോട് ചേർന്നിരിക്കുന്ന, പറ്റിയിരിക്കുന്ന, തൻ്റെ ജനത്തെ കൈവിടാതെ ദീർഘായുസ്സ് കൊണ്ട് തൃപ്തി വരുത്തി കഷ്ടകാലത്ത് കൂടെ ഇരുന്ന് രക്ഷയെ കാണിച്ചു കൊടുക്കുന്ന ഉന്നതനായൊരു ദൈവം നമ്മുടെ ദൈവമാണ്. ഈ ദൈവം മാറ്റമില്ലാത്ത ദൈവമാണ്. ഈ ദൈവം സൈന്യങ്ങളുടെ ദൈവമാണ്. ആവർത്തിച്ചു പറയുന്നു, ഈ ദൈവം മാത്രമാണ് ദൈവം. ജീവനുള്ള ദൈവമാണ്, ജീവിപ്പിക്കുന്ന ദൈവമാണ്, സർവശക്തിയുള്ള ദൈവമാണ്, സർവജ്ഞാനിയായ ദൈവം, സർവവ്യാപിയായ ദൈവം. അതിൻ്റെ അർത്ഥം സർവ്വവ്യാപി എന്ന് പറയുക എവിടെ ഇറങ്ങി വരാൻ. നടുക്കടലിലും സമുദ്രത്തിന്റെ അറ്റത്തും സിംഹത്തിന്റെ കുഴിയിലും തീച്ചൂളയിലും പത്മോസിലും ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ നമ്മുടെ ദൈവത്തിന് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. ചെങ്കടലിലും അത്ഭുതം ചെയ്ത ദൈവമല്ലേ നമ്മുടെ ദൈവം? ആഴിയെ വഴിയാക്കിയവനല്ലേ? അവിടുത്തെ കരുണ തീർന്നു പോയിട്ടില്ല. അവിടുത്തെ വിശ്വസ്തത തീർന്നു പോയിട്ടില്ല. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കാം. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു.
ധൈര്യത്തോടെ അവിടുത്തെ കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് അടുത്തിയല്ലാമോ? അബ്ബാ പിതാവ് എന്ന് വിളിക്കാമോ? ദൈവം നിങ്ങളെ കൈവിടില്ല. മത്തായി സുവിശേഷം 27-ാം അധ്യായം 66-ാം വാക്യം സുപരിതമാണല്ലോ. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു, കാൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. 1 മുദ്ര വെച്ചു, 2 കാവൽക്കൂട്ടത്തെ നിർത്തി, 3 കല്ലറ ഉറപ്പാക്കി. ആരാണ്? മഹാപുരോഹിതന്മാരും പരീശന്മാരും പിലാത്തോസിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പിലാത്തോസിനോട് പറയുകയാണ്, യജമാനെ, ആ ചതിയൻ ജീവനോടെ ഇരിക്കുമ്പോൾ 3-ാം നാൾ കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്കത് ഓർമ്മ വരുന്നു. അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും അത് ജനം അംഗീകരിക്കുകയും ചെയ്യും. ഇതേറ്റവും വിഷയം ആയിത്തീരും. അത് നടക്കാതിരിക്കേണ്ടതിന് ആ 3 ദിവസം കല്ലറ ഉറപ്പാക്കി വെക്കണം. അതിന് കൽപ്പന പുറപ്പെടുവിക്കണമെന്ന് ഗവർണറോട് പറയുകയാണ്. കാരണം യേശു ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു 3-ാം ദിവസം ഉയർത്തെഴുന്നേക്കും. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ എന്നിട്ട് ഈ ബോഡി എടുത്തുകൊണ്ട് പോയിട്ട് യേശു ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നിയന്ത്രണത്തിൻ്റെ കാര്യങ്ങൾ കൈവിട്ടു പോകും. ജനം കർത്താവിലേക്ക് വരും. ഇതാണ് പിലാത്തോസ് പറഞ്ഞ കാര്യമാണ് മഹാപുരോഹിതന്മാരോടും ശാസ്ത്രിമാരോടും പരീശന്മാരോടും ഒക്കെ പറഞ്ഞത്. ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എത്ര വേണേലും പട്ടാളക്കാരെ തരാം, കാവൽക്കൂട്ടത്തെ തരാം, സെക്യൂരിറ്റികളെ തരാം. നിങ്ങളാകുന്നിടത്തോളം ഉറപ്പ് വരുത്തിക്കോളാൻ പറഞ്ഞു. അപ്പോഴാണ് ഇവരെല്ലാം കൂടെ ചെന്നിട്ട് നമ്മുടെ കുറിവാക്യം, അവർ ചെന്നു കല്ലിന് മുദ്ര വെച്ചു. അതോറിറ്റിയാണ് കാണിക്കുന്നത്, അധികാരം ഗവൺമെന്റിന്റെ. പിന്നെ ആർക്കും അത് പൊട്ടിക്കാൻ പറ്റില്ല. 2 കാവൽക്കൂട്ടത്തെ നിർത്തി, ഇഷ്ടം പോലെ ഒരു ഈച്ച വന്ന് നിന്നാൽ പോലും അറിയത്തക്ക. 3 കല്ലറ ഉറപ്പാക്കി, അത്ര സേഫാക്കി. ഇതാർക്കും പൊട്ടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല, എടുത്തുകൊണ്ട് പോകാനും പറ്റത്തില്ല. പക്ഷേ ഇവരെന്തിനാ ഉറപ്പാക്കിയേ? ഇവരെന്തിനാ കാവൽ നിർത്തിയത്? ഇവരെന്തിനാ മുദ്ര വെച്ചേ? ഉയർത്തെഴുന്നേൽക്കാതിരിക്കാനല്ലേ? പ്രവചനം ഇല്ലാതാക്കാനിരിക്കാനല്ലേ? ദൈവശബ്ദം നടപ്പിലാക്കാതിരിക്കാനല്ലേ? ദൈവിക വാഗ്ദത്തങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടിയല്ലേ കാവൽ നിരയെ കൊണ്ടുവന്നത്? പക്ഷേ ആവർത്തിച്ചു പറയുന്നു, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം പുനരുത്ഥാനത്തിന്റെ പവർ വ്യാപരിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. മുദ്ര പൊട്ടി, കാവൽ നിര തെറിച്ചു. ഭയങ്കര ദൈവപ്രവൃത്തി നടന്നു. യേശു താൻ പറഞ്ഞതുപോലെ പുനരുത്ഥാനം ചെയ്തു. അടുത്ത ഭാഗം നിങ്ങൾ നോക്കൂ. കല്ലറ ഉറപ്പിച്ചു. കാവൽക്കാർ എന്ത് ചെയ്യുന്നറിയാമോ? ദൂതനെ കണ്ടിട്ട് പേടിച്ച് വിറച്ച് മരിച്ചവരെ പോലെ ചലിക്കാൻ പറ്റില്ല. ദൂതൻ ഇറങ്ങിയപ്പോ ചലിക്കാൻ പറ്റും. പുനരുത്ഥാനത്തിന്റെ പവർ വന്നപ്പോൾ ഈ ലോകത്തിന്റെ അധികാരങ്ങളും ശക്തികളും ഡെഡായിപ്പോയെന്നതിൻ്റെ അർത്ഥം. ഉയർപ്പിനെ തടയാൻ, വാഗ്ദത്തത്തെ തടയാൻ, പ്രവചന ശബ്ദത്തെ തടയാൻ, നിന്റെ മേലുള്ള നിയോഗത്തെ തടയാൻ, നിന്റെ മേലുള്ള ആത്മിക അധികാരത്തെ തടയാൻ, നീ പുറത്തു വരാതിരിക്കാൻ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്ന സകല ദുഷ്ടശക്തികളും നിശ്ചലമാകുന്ന ഒരാത്മിക വെളിപ്പാടിനെ പറ്റിയാണ് ഞാൻ പ്രസംഗിക്കുന്നത്.
മുദ്ര പൂട്ടും കേട്ടോ. ഇന്ന് പകൽ ആര് വെച്ചാലും, ഏതധികാരം വെച്ചാലും, ഏത് ശക്തി വെച്ചാലും, രോഗത്തിന്റെ മുദ്രയാകട്ടെ, മന്ത്രവാദങ്ങളാകട്ടെ, വിചാരങ്ങളാകട്ടെ, അധികാരത്തിന്റെ മുദ്രയാകട്ടെ, ഏത് സ്വാധീനത്തിന്റെ മുദ്രയും ഇന്നു പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിന്റെ സ്വാധീനം നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് വ്യാപരിച്ചാൽ സകല മുദ്രകളും പൂട്ടും. കാവൽ നിർത്തി പുറത്തു വിടത്തില്ലെന്ന് പറഞ്ഞ പത്രോസേ, നിന്റെ മേൽ വാഗ്ദത്തമുണ്ട്. ഇനിയും ഓടണം, ഇനിയും നടക്കണം, ഇനിയും സാക്ഷ്യം പറയണം, ഇനിയും പ്രസംഗിക്കണം. ആ നിയോഗത്തെ തടയാൻ ഹെരോദ്യ ശക്തികളുടെ അധികാരത്തിന് കഴിയത്തില്ല. അവൻ കൃമിക്കിരയായിത്തീരും. നീ ആത്മാവിൽ സഞ്ചരിക്കും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, തന്റെ ജനത്തെ ഒതുക്കുന്ന, നിയോഗത്തെ തടയുന്ന കാവൽ ശക്തികളാകട്ടെ, ദേശാധിപതികളാകട്ടെ, അധികാരത്തിന്റെ ചെങ്കോലുകൾ നിങ്ങൾക്കെതിരെ നീട്ടിക്കോട്ടെ. അതിനെയൊക്കെ ഒടിക്കുന്ന പറവോന്റെ ഭുജത്തെ ഒടിച്ച ദൈവത്തിന്റെ കരം ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വന്നാൽ സകല സംവിധാനങ്ങളെയും തകർത്തുകൊണ്ട്, സകല വെല്ലുവിളികളെയും തച്ചുടച്ചുകൊണ്ട്, വ്യക്തത്വമുണ്ട് അതിനെ പുറത്തു കൊണ്ടുവരുന്ന സകല അന്ധകാര വെല്ലുവിളികളുടെയും നിമിഷ നേരം കൊണ്ട് അതിൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടിയ ആ പവർ ഇന്ന് പകൽ വ്യാപരിക്കുക. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യുക. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ആലോചനയ്ക്കായി സ്തോത്രം. ആവുന്നിടത്തോളം ബന്ധവസാക്കി, കാവൽ ശക്തമാക്കി. പക്ഷേ പുനരുത്ഥാനത്തിന്റെ പവറിന്റെ മുമ്പിൽ ഒരു ശക്തിക്ക് നിൽക്കാൻ കഴിയാത്തതുപോലെ ഇന്ന് മുതൽ ജനത്തിന്റെ അവകാശത്തിന്മേൽ, അവരുടെ വിടുതലിന്റെ മേൽ, അവരുടെ വ്യക്തിത്വങ്ങളുടെ മേൽ വെല്ലുവിളിച്ചു നിൽക്കുന്ന അധികാരങ്ങൾ, കാവൽ ശക്തികൾ, ദേശത്തിന്റെ ശക്തമായ വെല്ലുവിളികൾ ഈ പകൽ പരിശുദ്ധാത്മാവ് തച്ചുടച്ച ജനത്തിന് ജയം നൽകിയിരിക്കാൻ, ബലം കൽപ്പിച്ചിരിക്കാൻ, സൗഖ്യം നൽകിയിരിക്കാൻ, തുറന്നിരിക്കാൻ സ്തോത്രം. അടച്ചുവെച്ച ചിലതിനെ പരിശുദ്ധാത്മാവ് തുറന്നു വിട്ടിരിക്കാൻ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ഈ വാഗ്ദത്ത വചനം വിശ്വസിക്കൂ. ദൈവത്തിന് മഹത്വം കരേറ്റു. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. കർത്താവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.